വിജയ് ബാബു സാറിനെ കുറിച്ച് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. നാട്ടിലും വിദേശത്തുമായി പല വിഖ്യാത യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഉന്നത വിദ്യാഭ്യാസം നേടി ലോകത്തിലെ ഏറ്റവും വലിയ മൾട്ടിനാഷണൽ കമ്പനികളുടെ അനുഭവ സമ്പത്തുമായിട്ടാണ് വിജയ് ബാബു സാർ ഇനി നമ്മോടൊപ്പം ഈ സ്കൂളിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നത്. ആ അറിവും കുറിപ്പിന്നത്തോടെ ഇയാളെ കുപ്പിയിലാക്കുമല്ലോ. അടിച്ച് പൊക്കണം കേട്ടില്ലേ? നമ്മളിൽ ഓരോരുത്തർക്കും അദ്ദേഹം പകർന്നു തരും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ബാക്കി കാര്യങ്ങളെല്ലാം വിജയ് ബാബു സാർ തന്നെ നിങ്ങളോട് പറയും. സാർ, മൈക്ക്. സത്യത്തിൽ വല്ലാത്തൊരു എംബാരസിങ് മൊമെൻ്റാണിത്. ഒരുപാട് കാലം വീട്ടിൽ നിന്ന് മാറി നിന്നിട്ട് തിരിച്ചു വരുമ്പോൾ വീട്ടുകാരെല്ലാവരും കൂടി നമ്മളെ സ്വാഗതം ചെയ്യുമ്പോൾ നമുക്കെന്താ തോന്നുക? അതാണ് ഇപ്പോഴത്തെ എൻ്റെ സിറ്റുവേഷൻ. ഇങ്ങേർക്ക് ഈസി ആയിട്ട് സിനിമയിൽ അഭിനയിക്കാന്നേ ഉള്ളൂ. എൻ്റെ അപ്പൂപ്പനായിട്ട് തുടങ്ങിയ സ്കൂളാണിത്. എൻ്റെ കുട്ടിക്കാലത്ത് ഇത് 4-5 ക്ലാസ് മുറികളുള്ള ചെറിയൊരു സ്ഥാപനമായിരുന്നു. അച്ഛനും അപ്പൂപ്പനായിട്ടുണ്ടാക്കിയ സൽപ്പേര് ഞാനായിട്ട് ഇല്ലാതാക്കുമോ എന്നുള്ള പേടിയായിരുന്നു. സത്യത്തിൽ വേറെ ജോലി നോക്കാനും സ്കൂളിൻ്റെ റെസ്പോൺസിബിലിറ്റി ഇത്ര നാൾ ഏറ്റെടുക്കാതിരിക്കാനും എന്നെ പ്രേരിപ്പിച്ചിരുന്നത്. എനിവേ, ഈ സർട്ടിഫിക്കേഷൻ പ്രോസസ്സ് കഴിയുന്നതുവരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. എന്നെ നിങ്ങൾക്കൊരു സുഹൃത്തായിട്ട് കാണും. അതിന് ബുദ്ധിമുട്ടാണെങ്കിൽ എന്നെ ഒരു കൊളീഗായിട്ട് കാണും. സോ താങ്ക് യു. ലെറ്റ്സ് ഡു ദിസ് ടുഗദർ. എന്താ ശബ്ദം? എന്താ പ്രഭ? ഏത് പ്രഭ? ആ ഗാംഭീര്യം പകുതി ചാടയാടാ. എനിക്ക് കുടുംബമായിട്ട് കാശുള്ളവരെ 10 പൈസയുടെ വിലയില്ല. ഇപ്പൊ അംബാനിയുടെ മോൻ, എനിക്ക് അവനെ വിലയില്ല. പക്ഷെ ഷാറുഖ് ഖാൻ അവൻ കൊള്ളാം. പറഞ്ഞു വരുമ്പം നമ്മളെ പ്രായമുള്ളൂ. പക്ഷേ അദ്ദേഹം ഇവിടെ, നമ്മളെവിടെ? അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മ അറിഞ്ഞിട്ട പേരാ വിജയ് ബാബു. വിജയിക്കാൻ വേണ്ടി മാത്രം ജനിച്ച ബാബു. ഏത് സ്റ്റാൻഡേർഡിലാണ് മോള് പഠിക്കുന്നത്? 6th. ഈ പെണ്ണ് കൊള്ളാട്ടോ, കുറച്ച് ഐഡിയാസ് ഒക്കെ ഉണ്ട്. വെറുതെ ഡയലോഗടി മാത്രമേ ഉള്ളൂ. നീ മുട്ട കണ്ടിട്ടില്ലേ? അതിനകത്തുള്ള കോഴിക്കുഞ്ഞില്ലേ, അതാണ് ഈ സാധനം. നീ മൈൻഡ് ചെയ്യണ്ട. ബഷീർക്ക, ഞാൻ തിരക്കിൽ കണ്ടില്ല. ശരി, ഞാൻ ഇവിടെ സ്കൂളിൽ നിന്ന് കൊണ്ടുപോകാൻ വന്നതാ. മരുമോൾ പോരൊക്കെ ഇപ്പൊ മാറിയോ ബഷീർക്ക? അതാ രസം. വേനുണ്ടാവില്ല എന്ന് ഫോൺ വന്നപ്പം സൂറ തന്നെയാ ഇവളെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. ഈ കുട്ടിയോട് അതിന് നന്ദി പറയായിരുന്നു ഞാൻ. നന്ദിയൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. കുറച്ചു ദിവസം കഴിയുമ്പോൾ റിലാപ്സ് വരും. അപ്പോഴും എനർജി ഉണ്ടാവണം. അത്രേ ഉള്ളൂ. ഈ വിക്കെന്ന് പറഞ്ഞ സാധനം ഒരിക്കലും മാറാൻ പോണില്ലേ? വെരി ഗുഡ്. ഇതന്നെയാ സുധിയെ ഞാൻ ആദ്യം കണ്ടപ്പോൾ പറഞ്ഞത്. ഈ ഒരു റിയലൈസേഷൻ ഉണ്ടെങ്കിൽ സ്റ്റാമറിന് നമുക്ക് ഒരുപാട് ഡിഫറൻസ് കൊണ്ടുവരാൻ പറ്റും. ഡയലോഗ് അടിക്കാൻ എല്ലാവർക്കും പറ്റും. ഡയലോഗ് അല്ല, ഐ കൻ പ്രൂവ് ഇറ്റ്. പക്ഷെ സുധി കോപ്പറേറ്റ് ചെയ്യണം. കോപ്പറേറ്റ് ചെയ്താ ഐ കൻ ഷോ യു ദ ഡിഫറൻസ്.